ഹലോ ഹായ് എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പേൽ ചെയിനാണ്. ഇതിന് നമുക്ക് ഗിയർ വയറോ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പെൻഡൻറ്റ് ചെയ്യുക, നമ്മുടെ അവർ ലോക്കറ്റ് ചെയ്യുക. അതിന് OSP ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് എടുത്തു. നമുക്ക് അതിന് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻ എടുക്കാം. ഞാനൊരു ഗ്രീനും പിങ്കും ഒരു സെറാമിക് സീഡുമാണ് കൊടുക്കുന്നത്. ആദ്യം ഒരു 9 ബീഡ്സ്, അതായത് ഔട്ട്ലൈനായിട്ട് ഒരു സർക്കിൾ ഷേപ്പിൽ കൊടുക്കണം. ഈ സെയിം സാധനം തന്നെ ഇതിൻ്റെ ഹെയർ ക്ലിപ്പ്, ഇതിൻ്റെ പേൾ ചെയിൻ, പിന്നെ ഒരു ബാങ്കിൾ, അങ്ങനെ ഒരു സെറ്റ് കോംബോ ആയിട്ടാണ് ചെയ്തത്. ഞാൻ ഓരോന്നിൻ്റെയും വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിന് മുന്നേ. അപ്പോൾ ഈ പെൻഡൻ്റ് ചെയ്യുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, വീഡിയോ കാണുന്നവരാണെങ്കിൽ. അപ്പോൾ ഒരു 9 ഡ്രോപ്പ് കുന്തനാണ് വെച്ചിരിക്കുന്നത്. ഇത് ഗ്ലാസ് ബീഡ്സ് ആണ് കേട്ടോ. അപ്പോൾ ഒരു സർക്കിൾ ഷേപ്പിൽ ഇതുപോലെ കൊടുത്തു. എന്നിട്ട് വീണ്ടും സെൻറ്ററിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ അടുത്ത് കൊടുക്കുന്ന ഉദ്ദേശിക്കുന്ന കളർ ഇതുപോലെ സെൻറ്ററിലേക്ക് വീണ്ടും കൊടുക്കുക. അതൊരു 4 ബീഡ്സ് ആണ് ഞാൻ കൊടുക്കുന്നത്. 4 സ്റ്റോൺസ് ആണ്, കുന്തൻ സ്റ്റോൺസ് ആണ് കൊടുക്കുന്നത്. അത് നമ്മൾ വെക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അത് നമ്മുടെ കയ്യിൽ ഗ്ലൂ ഉണ്ടെങ്കിൽ ആ ഗ്ലൂ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്യാതിരിക്കുക. അതൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഒന്ന് ജസ്റ്റ് അതിനൊന്ന് സെറ്റ് ചെയ്ത് ബാക്കിലത്തെ ഫസ്റ്റ് വെച്ച ലെയറും എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് 2 ലെയർ ഒരുമിച്ച്, അതായത് ഒരു ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല ഫിനിഷിങ്ങോടെ ചെയ്തെടുക്കുക. സെൻറ്ററിലേക്ക് വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് സ്റ്റോണോ ഗോൾഡൻ ബീഡ്സോ നമുക്ക് സെറാമിക് കുന്തനോ എന്താണ് എന്ന് വെച്ചുള്ളത് കൊടുക്കാം. ഞാനൊരു സെറാമിക് കുന്തനം കൊടുത്തിരിക്കുന്നു. എന്നിട്ട് അതിനെ കട്ട് ചെയ്ത് എടുത്തു. ഇനി നമുക്ക് ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് കണക്ടറൊക്കെ കൊടുത്ത് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഐപ്പിൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ഒരു ബീഡ്സ് നമുക്ക് ഹാങ്ങിങ് എങ്ങനെ വേണം, കുഞ്ഞു കുഞ്ഞു ഹാങ്ങിങ്സ് വേണമെങ്കിൽ ഐപ്പിനിൽ നമുക്ക് ഹാങ്ങിങ്സ് ഇത് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് നോക്കിയേ, ഇതുപോലെ ഒന്ന് എടുത്തു. അതിന് ജസ്റ്റ് ഒന്ന് ലെങ്ത് ആവശ്യമുള്ളത് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് ഫ്യൂസ് സ്റ്റാർ ഇട്ടിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന്, അപ്പോഴേക്കും നമ്മുടെ ഹാങ്ങിങ് റെഡി ആയി കഴിഞ്ഞു. ജസ്റ്റ് ഒന്നുമില്ല, അതിനൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ്, ഇനി അടുത്ത് ഈ ഐപ്പിൻ കൊടുത്തിട്ട് ജസ്റ്റ് അതിനൊന്ന് കണക്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് ഈ ഐപ്പിനിലേക്ക് ഇതൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്യണം. ഇതുപോലെ കിട്ടും. ഇനി ജസ്റ്റ് ഐപ്പിൻ എടുക്കുക, അതിനൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്തെടുക്കുക. എൻ്റെ ഒരു എഡ്ജിൽ കണ്ടില്ലേ, ഇതുപോലെയാണ് നമുക്ക് ഐപ്പിൻ. അതിനൊന്ന് ജസ്റ്റ് ആവശ്യത്തിനുള്ള ലെങ്ത് കട്ട് ചെയ്യുക. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. നമ്മുടെ ബീഡ് അതിലേക്ക് ജസ്റ്റ് ഒന്ന് അകത്തേക്ക് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ പ്രസ്സർ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് എത്ര വലിയ പെൻഡൻറ്റ് വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് കുന്തൻ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട്, സ്റ്റോൺ ചെയിനൊക്കെ വെച്ചിട്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് വളരെ സിമ്പിളായിട്ട് ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. എന്നിട്ട് ബാക്കിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത്, അപ്പോൾ ഒരു ഹാങ്ങിങ് മൂവ് ആവും. അല്ലാതെ ജസ്റ്റ് നമ്മൾ ആദ്യമേ അങ്ങ് ഫിക്സ് ചെയ്താൽ ജസ്റ്റ് അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ഹാങ്ങിങ് ഒന്ന് മൂവ് ആവണമെങ്കിൽ ഇത് നമ്മുടെ കമ്മലിലൊക്കെ നമ്മൾ ഇതിടത്തില്ലേ, അതുപോലെ. ഇനി ജസ്റ്റ് 2 ഐപ്പിൻ കട്ട് ചെയ്തിട്ട് 2 സൈഡിലേക്ക്, 2 എഡ്ജിലേക്ക് കൊടുക്കുക. കാരണം നമുക്ക് ആ വയർ അതിലേക്ക് കണക്ട് ചെയ്ത് ബീഡ്സ് കോർത്ത് മാല ചെയ്യാനാണ്. 2 സൈഡിലേക്ക്, അതായത് അത് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കല്, ജസ്റ്റ് ഒരു ചരിവ് ഒരു സ്ലാൻഡിങ് ആയിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക 2 സൈഡിലേക്കും. അതിൻ്റെ ആ ഹോള് പുറത്തേക്ക് വരുന്ന രീതിയിൽ വേണം വെക്കാൻ. ഞാൻ ആദ്യം വെച്ചപ്പോൾ ഒന്ന് തിരിഞ്ഞു പോയായിരുന്നു കേട്ടോ. ഒന്ന് കറക്റ്റ് വെച്ച്, അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ച് നമ്മൾ വെക്കുക കേട്ടോ. ഇതുപോലെ പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ ഒന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വയ്ക്കുക. അതിനുശേഷം ഒന്ന് നമ്മൾ കൈ കൊണ്ട് തുടരുത്, എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ളത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ നമുക്ക് എത്ര രീതിയിലാണ് നിൽക്കേണ്ട, ആ ഒരു ചരിവൊക്കെ എത്ര വേണം അതിനൊന്ന് അനുസരിച്ച് ഇത് ചെയ്യുക. അതിനുശേഷം ഒരു ഫെൽറ്റ് ഷീറ്റ് സെയിം ഒരു സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ജസ്റ്റ് ഗ്ലൂ അപ്ലൈ ചെയ്യുക, അതിനൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ബാക്ക് സൈഡിൽ. കണ്ടോ, ഇതുപോലെ വളരെ സിമ്പിളായിട്ട്, ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാലയാണ്. നമ്മളിത് ചെയ്യുമ്പോൾ ആദ്യം പെൻഡൻറ്റ്, നമ്മളിങ്ങനെ വീഡിയോ കാണുമ്പോൾ ഇത് കുറച്ച് ലെങ്തി ആയിട്ട് തോന്നും, നമ്മൾ ചെയ്ത് കാണിക്കുന്നതല്ലേ. പക്ഷേ നമ്മളിതുപോലെ നോക്കിയിട്ടൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇതുപോലെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട്. കണ്ടോ, 2 സൈഡിൽ. ഇതിൽ നമ്മൾ ഗിയർ വയർ ഉപയോഗിക്കുന്നില്ല, ലോക്ക് ഉപയോഗിക്കുന്നില്ല. നമുക്ക് ജസ്റ്റ് ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റിയ, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ എലാസ്റ്റിക് വയർ വെച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ എലാസ്റ്റിക് വയർ എടുത്ത് നമ്മളെ ബ്രേസ്ലെറ്റ് ഒക്കെ കിട്ടുന്നില്ലേ, അപ്പോൾ എലാസ്റ്റിക് വയറിൻ്റെ ഒരു എഡ്ജ് ഇതുപോലെ ഒരു സൈഡിലൊന്ന് കയറ്റുക, അടുത്ത സൈഡിലൊന്ന് പുറത്തെടുക്കുക. കണ്ടോ, ഇതാണ് സിമ്പിളായിട്ടുള്ള വഴി. ഇത് വളരെ സിമ്പിളാണ്, അത്രയും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്. കാരണം ഞാനിങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. എന്നിട്ട് ഒരു സൈഡിൽ ബീഡ്സ് ഞാൻ കോർത്തെടുത്തു.
ഇതുപോലെ ഇത്രയും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഇല്ല കേട്ടോ. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതെങ്കിൽ എന്താ പറയുക, ഈ ചോക്കറായിട്ടൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളായിട്ട് കുട്ടികൾക്ക് ഈ മാല അല്ലാതെയൊക്കെ ഇട്ട് കൊടുക്കുന്നതിനേക്കാളും ഈ എലാസ്റ്റിക്കൊക്കെ ആകുമ്പോൾ ഇടാൻ എളുപ്പമായിട്ടോ. ഇത് മുതിർന്നവർക്കും എല്ലാവർക്കും ഇടാം. പക്ഷേ ബിഗിനേഴ്സ് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടത്. ഇനി അടുത്ത് ഞാൻ ഒന്ന് ചെയ്യുന്നത് ചോക്കറിൽ നമുക്ക് ലോക്കും അതായത് ലോക്കൊക്കെ ഇട്ടിട്ട് നമുക്ക് കീയൊക്കെ കൊടുത്തിട്ട് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ. പിന്നെ ഇത് കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള ബീഡ്സാണ്, പേളാണ്. അപ്പോൾ ഈ പേള് വെയിറ്റ് ഉള്ളത്, നല്ല കുറച്ച് വെയിറ്റ് ഉള്ളതൊക്കെ ആണെങ്കിൽ അതിൻ്റെ ചെറുതാണെങ്കിൽ ഹോള് കുറച്ച് ചെറുതായിരിക്കും. അപ്പോൾ കുറച്ച് ബീഡ്സ് കയറി വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അല്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ 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 സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാം കേട്ടോ. വളരെ അവർക്ക് ചെയ്തു കൊടുത്തപ്പോൾ വളരെയധികം ഇഷ്ടപ്പെട്ടു. അതൊരു ഹെയർ ക്ലിപ്പ് പിന്നെ ഒരു ബാങ്കിളൊക്കെ ഒരുമിച്ചായിരുന്നു ഒരു സെറ്റായിട്ട് കൊടുത്തത്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നോക്കി കണ്ടോ? ഇതുപോലെ അടുത്ത സൈഡും ഇതുപോലെ ഒന്ന് സെയിം. നമ്മൾ ഒരു സൈഡിൽ നമ്മൾ ഹെയർ ബാൻഡ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ല 2 സൈഡും ഈക്വലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നമ്മളൊരു മാല ചെയ്താലും 2 സൈഡും ഒരു സൈഡ് നമ്മൾ കോർത്ത് അടുത്ത സൈഡിലും ഈക്വലായിട്ട് അത്രയും ഒരു കറക്റ്റ് ലെങ്തിൽ നമ്മളൊന്ന് കോർക്കുക. നമ്മളിപ്പോൾ 2 സൈഡിലും ഇങ്ങനെ മുത്തുകൾ കോർക്കും. അതിനുശേഷം എന്ത് ചെയ്യുക, ഒന്ന് അവസാനം ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ ഒരു സൈഡിൽ കുറച്ച് കൂടുതലായിരിക്കാം, കുറവായിരിക്കാം. അതിനെയൊക്കെ അവസാനം ഒന്ന് ബാലൻസ് ചെയ്തെടുക്കണം കേട്ടോ. കാരണം വളരെ സിമ്പിളാണെങ്കിൽ ഇത് കോർത്തെടുക്കാനൊന്നും ബുദ്ധിമുട്ടില്ല. നമുക്കിങ്ങനെ സെൻറ്ററിൽ നമുക്ക് ആ ഒരു നമ്മൾ ചെയ്ത രീതിക്ക് അനുസരിച്ച് നമ്മളങ്ങനെ അവിടെ ടൈ ചെയ്തിട്ടൊന്നും അല്ല ചെയ്തത്. അപ്പോൾ നമുക്ക് ലെങ്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ. നമ്മൾ എലാസ്റ്റിക് ത്രെഡൊന്നും വേസ്റ്റ് ആവത്തില്ല. എലാസ്റ്റിക് ത്രെഡിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ ഒരു സൈഡിൽ കുറച്ച് കുറവായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് എടുത്തു. എന്നിട്ട് ജസ്റ്റ് വീണ്ടും ഒന്ന് ചെക്ക് ചെയ്തു. കണ്ടോ? അപ്പോൾ 2 ഇതുപോലെ വെച്ച് ഈക്വലാക്കി. കാരണം ഇങ്ങനെ ആയിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആ വയറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ എളുപ്പമാണ് കേട്ടോ. ഇനി അതിനൊന്ന് ടൈ ചെയ്യണം. ഇത് ടൈ ചെയ്യുന്നതിൻ്റെ ഏറ്റവും എളുപ്പം മെത്തേഡ്, സാധാരണ നമ്മൾ ടൈ ചെയ്യുമ്പോൾ ആദ്യം ഒന്ന് അതിനെ ടൈ ചെയ്യുക, അടുത്ത് ഒന്ന് അകത്തേക്ക് ഇടുക, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഇടുക, എന്നിട്ട് അതിനെ ടൈ ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ ഒറ്റ പ്രാവശ്യം ആദ്യം നമ്മളൊന്ന് കെട്ടും, അടുത്ത് വീണ്ടും ഒറ്റ പ്രാവശ്യമല്ല, അടുത്ത് 1 2 3 പ്രാവശ്യം ഇടാം നമുക്ക്. അങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് ടൈ ചെയ്യുക. ലാസ്റ്റ് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ, കണ്ടോ നിൽക്കത്തില്ല. ഇനി ലാസ്റ്റ് ഒരു പ്രാവശ്യം കൂടെ ബാലൻസ് ഉള്ള ഇതിനെ ഒന്നും കൂടെ ടൈ ചെയ്ത് ഒറ്റ മറ്റേത് രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമ്മൾ 2 പ്രാവശ്യം അതൊന്ന് അകത്തേക്ക് എടുത്തിട്ട് ടൈ ചെയ്യുക. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഒറ്റ ടൈയിൽ അങ്ങ് നിർത്തുക. ഇനി ബാലൻസ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുക്കി അതിനങ്ങ് നിർത്തി കൊടുക്കുക. ഇനി കുറച്ച് വലിയ ബീഡ്സ് ആണെങ്കിൽ നമുക്ക് ഈ നമ്മൾ ഉരുക്കുന്ന ഇതില്ലേ, അതിനാ ഒരു ബീഡിൻ്റെ അകത്തേക്ക് അങ്ങ് ആക്കി വിട്ടുകൊടുത്താൽ മതി. അപ്പോൾ അത് പുറത്തേക്ക് കാണത്തില്ല. ഇത് കുറച്ച് ചെറിയ ബീഡ്സ് ആയതുകൊണ്ടാണ് പുറത്തേക്ക് നിൽക്കുന്നത്. പക്ഷേ വൃത്തിയുടെ ഒന്നുമില്ല, നല്ല നീറ്റായിട്ട്. കുട്ടികൾക്ക് മാല ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഉപയോഗിക്കുന്ന എലാസ്റ്റിക് ഇതാണ്. മുതിർന്നവർക്ക് നമുക്ക് ഉപയോഗിക്കാം. അത് പൊട്ടിപ്പോയി ഒന്നും ചെയ്യത്തില്ല. നോക്കി, നല്ല ഭംഗിയല്ലേ ഇത്? വളരെ സിമ്പിളല്ലേ? നമുക്ക് എല്ലാവർക്കും സ്വന്തമായി ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.